എനിക്കുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ, ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ഞാൻ ഈ പേപ്പർ കഷ്ണത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാനിത് കത്തിക്കാൻ പോവുകയാണ്. രണ്ടായിരത്തി 2025 ഞാൻ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും, പ്രശ്നങ്ങളും, ദുരിതങ്ങളും, ദുരന്തങ്ങളും എല്ലാം ഇവിടെ കത്തിയമർന്നു കഴിഞ്ഞു. ഇനി പുതിയൊരു വർഷം, പുതിയൊരു മനസ്സോടുകൂടി 2026 ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ചില വസ്തുക്കളുണ്ട്. ഒന്ന് ആപ്പിൾ, മറ്റൊന്ന് ഒരു കത്തി, അതോടൊപ്പം തന്നെ നിങ്ങൾ കാണാം ഒരു ജാറ്, ഒരു ചെറിയൊരു കുപ്പി. ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക. എന്താണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഹാപ്പി ന്യൂ ഇയറിൽ? ഓക്കെ, അപ്പോൾ ആദ്യ സ്റ്റെപ്പ് ഞാനിവിടെ കാണിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കത്തി താഴെ വെക്കുന്നു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ എൻ്റെ വാച്ച് ഉണ്ട്. ഇത് ബ്രെയിൽ വാച്ചാണ്. ഞാൻ ടൈം നോക്കാം. 1 2 3. യെസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 12 മണി ആയി തുടങ്ങി. 2026 എവിടെയും സുഗന്ധം പരത്തട്ടെ. 2026 മനോഹരമായിരിക്കട്ടെ. ഒരാപ്പിൾ കഷ്ണം കഴിച്ചുകൊണ്ട് 2026 ഞാൻ സ്വീകരിക്കുകയാണ്. യെസ്, കഴിക്കും. യെസ്, ഇനി ഞാൻ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത്. എൻ്റെ കയ്യിൽ ഒരു ചെറിയ ജാറുണ്ട്. 2026 സന്തോഷത്തിൻ്റെ വർഷമാവട്ടെ. 2026 ആനന്ദത്തിൻ്റെ വർഷമാവട്ടെ. 2026 നേട്ടങ്ങളുടെ വർഷമാവട്ടെ. നമ്മൾ മറ്റുള്ളവരിൽ വിശ്വസിക്കാറുണ്ട്. 2026 നമുക്ക് വേണ്ടത് നമ്മിൽ വിശ്വാസമാണ്. ആദ്യം നമ്മൾ നമ്മെ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കും. 2026 ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുവാൻ നാം തയ്യാറാവുക. എൻ്റെ കയ്യിൽ ഒരു ചെറിയ ജാറുണ്ട്.
ഈ ജാറിൽ 2026 നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ ടിപ്പാണ്, ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ജാറ് ഞാൻ തുറക്കുകയാണ്. ഇതിൽ ഒരു പേപ്പർ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ 2026 ജനുവരി 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സന്തോഷകരമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഈ പേപ്പറിൽ എഴുതി വെക്കുക. എഴുതിയതിന് ശേഷം ആ പേപ്പർ ഇതുപോലെ ഒരു ജാറിൽ ഇടുക. എന്നിട്ടത് ഇങ്ങനെ അടക്കി വെക്കുക. ഇങ്ങനെ ഒരു വർഷം മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സന്തോഷകരമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഇതുപോലെ പേപ്പറിൽ എഴുതുക, ജാറിൽ ഇടുക. 2026 ഡിസംബർ 30 ഈ ജാറ് നിങ്ങൾ തുറക്കുക. അതിലെ ഓരോ പേപ്പർ കഷ്ണങ്ങളും എടുത്ത് വായിക്കുക. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും. കാരണം ഒരു വർഷം ഇത്ര അധികം സന്തോഷങ്ങൾ എനിക്കുണ്ടായോ, 2026 എത്രമാത്രം ആനന്ദമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്, എത്രമാത്രം സന്തോഷമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരഭിമാനമുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം തോന്നും. ആ ഒരു ഊർജം 2027 നിലനിർത്തുവാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളിൽ വിശ്വാസമുള്ള ഒരാളായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നേടിയെടുക്കാനുള്ളത് നേടിയെടുത്തുകൊണ്ട് കൃത്യമായി ലക്ഷ്യബോധത്തോടു കൂടി ഈ 2026 നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. വീണ്ടും വളരെ സന്തോഷകരമായ ഒരു ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.